ഹലോ ഡിയേഴ്സ്, ഇന്നെടുക്കാൻ പോകുന്ന തേർഡ് സ്റ്റാൻഡേർഡിലെ EVS കേട്ടോ. അപ്പോൾ നമ്മൾ സെക്കൻഡ് ചാപ്റ്ററായ ടു ദ വേൾഡ് ഓഫ് ആനിമൽസിലെ ബാക്കി ഭാഗമാണ് എടുക്കുന്നത് കേട്ടോ. ഡൈവേഴ്സിറ്റി ഇൻ ഫുഡ്, എന്താണ് ഫുഡിലുണ്ട് വൈവിധ്യങ്ങൾ അല്ലേ. നോക്കൂ, ആൻസ് ആൻഡ് സ്മോൾ ഇൻസെക്ട്സ് ആർ മെനി ഫുഡ് മൈ ഫുഡ് അല്ലേ. എന്താണ് ആൻസും എന്നെ സ്മോൾ ഇൻസെക്ട്സും ആണ് എൻ്റെ ഫുഡ് എന്നാണ് ഈ ജീവി പറയുന്നത് അല്ലേ. അപ്പോൾ ബട്ടർഫ്ലൈ എന്താ പറയുന്നത്, ഐ ലൈക്ക് ദ സ്വീറ്റ് നെക്ടർ ഓഫ് ഫ്ലവർ. എനിക്ക് എന്താണ് ഈ ഫ്ലവേഴ്സിൻ്റെ സ്വീറ്റ് നെക്ടറാണ് എനിക്ക് ഇഷ്ടമെന്ന് ഈ ബട്ടർഫ്ലൈ പറയുന്നത് അല്ലേ. ഹാവ് യു റീഡ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ പ്രേയിങ് ആൻഡ് ബട്ടർഫ്ലൈ, ഇവർ രണ്ടാളും സംസാരം നിങ്ങൾ കേട്ടല്ലോ അല്ലേ. വാട്ട് ഡിഡ് ദേ സേ, അവരെന്താ പറഞ്ഞത്, ഫൈൻഡ് ഔട്ട് ദ ഫുഡ് ഓഫ് എ ഫ്യൂ അതർ ക്രീച്ചേഴ്സ് ആൻഡ് റൈറ്റ് ദം ഇൻ ദ ടേബിൾ ഗിവൺ. നിങ്ങൾ എന്താക്കുക, ഫുഡ് കണ്ടുപിടിക്കുക, എന്തോ താഴെ തന്നിരിക്കുന്ന ഓരോ ക്രീച്ചേഴ്സിൻ്റെയും ഫുഡ് കണ്ടുപിടിച്ചിട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ക്രീച്ചർ കൗവിൻ്റെ ഫുഡ് എന്താണ് ലീഫും പിന്നെന്താണ് പുല്ലുകളൊക്കെ അല്ലേ. ക്രോൻ്റെതോ പിന്നെ എലിഫന്റിന്റെ, സ്ക്യൂരൽ, ഹെന്നി, ഈഗിൾ, കിങ്ഫിഷർ, ഫ്രോഗ്, അതിൻ്റെ ഒക്കെ എഴുതുക. വിച്ച് അമംഗ് ദ ക്രീച്ചേഴ്സ് ഈറ്റ് ഓൺലി ദ പാർട്സ് ഓഫ് ദ പ്ലാന്റ്, ഏതൊക്കെ ക്രീച്ചേഴ്സ് ആണ് പ്ലാന്റിന്റെ പാർട്ട് മാത്രം കഴിക്കുന്നത്. വിച്ച് ക്രീച്ചേഴ്സ് ഈറ്റ് ഓൺലി മീറ്റ്, ഏത് ക്രീച്ചറാണ് ഓൺലി ഇറച്ചി മാത്രം കഴിക്കുന്നത്. വിച്ച് ക്രീച്ചേഴ്സ് ഈറ്റ് ബോത്ത് പ്ലാന്റ്സ് ആൻഡ് മീറ്റ്, ഏതൊക്കെ ക്രീച്ചറാണ് പ്ലാന്റ്സും മീറ്റും കഴിക്കുന്നത്. ദ ക്രീച്ചേഴ്സ് വിച്ച് ഈറ്റ് ഓൺലി പ്ലാൻ പാർട്ട് ആർ കോൾഡ് ഹെർബിവോറസ് അല്ലെ. പ്ലാൻ പാർട്ട് മാത്രം കഴിക്കുന്ന ക്രീച്ചേഴ്സിന് എന്താ പറയുക, ഹെർബിവോറസ് എന്ന് പറയും. ഓക്കെ, ദ ക്രീച്ചേഴ്സ് വിച്ച് ഈറ്റ് ഓൺലി മീറ്റ് ആർ കോൾഡ് കാർണിവോറസ്. എന്താണ് ഈ മീറ്റ് മാത്രം കഴിക്കുന്ന ക്രീച്ചേഴ്സിനെ കാർണിവോറസ് എന്നും പറയും. ഓക്കെ, ഒംനിവോറസ് ആർ ക്രീച്ചേഴ്സ് ദാറ്റ് ഈറ്റ് ബോത്ത് പ്ലാന്റ് ആൻഡ് മീറ്റ്. എന്താണ് പ്ലാന്റും മീറ്റും കഴിക്കുന്ന ക്രീച്ചേഴ്സിന് എന്താണ് ഒംനിവോറസ് എന്ന് പറയും. മനസ്സിലായല്ലോ. കളർ ദ സർക്കിൾ ഇൻ ദ ബോക്സ് അക്കോർഡിംഗ് ടു ദ ക്ലൂസ് ഗിവൺ. എന്താണ് ഈ സർക്കിൾസ് എന്തൊക്കെ കളർ ചെയ്യുക. ഈ എന്താണ് കാർണിവോറസ് ആണെങ്കിൽ യെല്ലോ കളർ കൊടുക്കുക, ഒംനിവോറസ് ആണെങ്കിൽ ഗ്രീന്, ഹെർബിവോറസ് ആണെങ്കിൽ എന്താണ് റെഡ് കൊടുക്കുക അല്ലെ. കാർണിവോറസ് എന്ന് പറഞ്ഞാൽ എന്താണ് മീറ്റ് കഴിക്കുന്നത് അല്ലെ. ഒംനിവോറസ് എന്ന് പറഞ്ഞാൽ രണ്ടും കഴിക്കുന്നത്. ഹെർബിവോറസ് എന്ന് പറഞ്ഞാൽ എന്താണ് പ്ലാന്റ് മാത്രം അല്ലെ. അപ്പൊ ഇതെന്താ റെഡ് അല്ലെ. ഇതും റെഡ് അല്ലെ, ഹെർബിവോറസ് ആണ് അല്ലെ. ഇത് പുഴുക്കളെ കഴിക്കും അല്ലെ. അപ്പൊ ഇതിലേതാണ് കൊടുക്കുക, ടൈഗർ ഏതൊക്കെയാ, അങ്ങനെ നിങ്ങൾ എന്തൊക്കെ കളർ ചെയ്യുക കേട്ടോ. അപ്പൊ ഹെർബിവോറസ് എന്താന്ന് മനസ്സിലായല്ലോ. ഹെർബിവോറസ് എന്ന് പറഞ്ഞാൽ എന്താണ് പ്ലാൻ പാർട്ട് മാത്രം കഴിക്കുക, പച്ചപ്പുല്ലുകൾ അങ്ങനത്തെ മാത്രം പ്ലാന്റ്സുകൾ മാത്രം കഴിക്കുന്നതാണ് ഹെർബിവോറസ്. കാർണിവോറസ് എന്ന് പറഞ്ഞാൽ മീറ്റ് മാത്രം, ഇറച്ചി മാത്രം കഴിക്കുന്നത്. ഇനി ഒംനിവോറസ് എന്ന് പറഞ്ഞാൽ എന്താ പ്ലാന്റ്സും മീറ്റും കഴിക്കുന്നതാണ് ഒംനിവോറസ് കേട്ടോ. എന്നിട്ട് ഇതിൽ എന്താ കംപ്ലീറ്റ് ദ ലിസ്റ്റ് ബൈ ആഡിങ് മോർ നെയിംസ് ഓഫ് ആനിമൽസ്, കൂടുതൽ ആനിമൽസിന്റെ പേര് ഇതിൽ കൂട്ടിച്ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈസ് ദർ എനി കണക്ഷൻ ബിറ്റ്വീൻ ദ ബോഡി ഫീച്ചേഴ്സ് ഓഫ് ക്രീച്ചേഴ്സ് ആൻഡ് ദെയർ ഫുഡ് ഹാബിറ്റ്സ്, വാട്ട് ഇസ് യുവർ ഒപ്പീനിയൻ വൈ? എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ ക്രീച്ചറിന്റെ ബോഡി ഫീച്ചറും അവരുടെ ഫുഡ് ഹാബിറ്റും ആയിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ എഴുതുക. ഒബ്സർവ് ദ പിക്ചർ, വിച്ച് ബോഡി പാർട്ട് ഓഫ് ദ ക്രീച്ചേഴ്സ് ഹെൽപ് ദം ടു ക്യാച്ച് ദെയർ പ്രേ ആൻഡ് ഈറ്റ് ഇറ്റ്. എന്താണ് ഈ ചിത്രം നോക്കിയിട്ട് ഏത് ബോഡി പാർട്സ് വെച്ചിട്ടാണ് ഈ ക്രീച്ചേഴ്സ് അവരുടെ ഇര, പ്രേ എന്ന് പറഞ്ഞാൽ ഇര അല്ലെ, അവരെ ഭക്ഷണം കഴിക്കുന്ന സാധനം അല്ലെ, അവരെ ഇരകളെ ക്യാച്ച് ചെയ്യുന്നതും തിന്നുന്നതും ഏത് ബോഡി പാർട്സ് വെച്ചിട്ടാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഹൗ, എങ്ങനെയാണ് അല്ലെ. ഡക്ക് എങ്ങനെയാണ്, ഈഗിൾ എങ്ങനെ, ഫ്രോഗ് എങ്ങനെ. ഡക്ക് പറഞ്ഞാൽ താറാവ്, ഈഗിൾ എന്ന് പറഞ്ഞാൽ പരുന്ത്, ഫ്രോഗ് എന്ന് പറഞ്ഞാൽ തവള, ലയൺ എന്ന് പറഞ്ഞാൽ സിംഹം അല്ലെ. ഇങ്ങനെയാണല്ലേ നോക്കാം. കാർണിവോറസ് യൂസ് ദെയർ ഷാർപ്പ് നെയിൽ ടു അറ്റാക്ക് ദെയർ പ്രേ. എന്താ കാർണിവോറസ് എന്താക്കും, അവരുടെ ഷാർപ്പ് നെയിലുണ്ട് അല്ലെ, മൂർച്ചയുള്ള എന്താണ് വിരല് അല്ലെ, നഖം, മൂർച്ചയുള്ള നഖം വെച്ചിട്ട് എന്താക്കും അവരുടെ പ്രേനെ അറ്റാക്ക് ചെയ്യും. ദേ യൂസ് ദെയർ ഷാർപ്പ് പോയിന്റഡ് ടീത്ത് ടു ബൈറ്റ് ആൻഡ് ടിയർ ദെയർ പ്രേ. എന്താണ് അവർ എന്താക്കും ഷാർപ്പായിട്ടുള്ള ടീത്തും വെച്ചിട്ട് കടിക്കും, എന്നിട്ട് എന്താക്കുക ഇരകളെ വലിച്ച് കീറും അല്ലെ. ദെൻ കാർണിവോർ ബേർഡ്സ് ക്യാൻ പെക്ക് ആൻഡ് ഈറ്റ് ദെയർ പ്രേ വിത്ത് ദെയർ സ്ട്രോങ് ആൻഡ് ഷാർപ്പ് ബിഗ്സ് അല്ലെ. കാർണിവോർസ് ബേർഡ്സ് ഉണ്ട് അല്ലെ. ബേർഡ്സ് എന്താ ചെയ്യുക, അതിങ്ങൾ എന്താണ് അതിങ്ങളെ പ്രേനെ അല്ലെ ഇരകൾ എന്താക്കും തിന്നുന്നത് എങ്ങനെയാ വെച്ചാൽ അവരുടെ സ്ട്രോങ് ആയിട്ടുള്ള ഷാർപ്പായിട്ടുള്ള കൊക്ക് കൊണ്ടും ആണ് കഴിക്കുന്നത് അല്ലെ. സ്ട്രോങ് ലെഗ്സ് ആൻഡ് ദെയർ ഷാർപ്പ് ബെൻഡ് ക്ലോസ് ഹെൽപ് ദം ഇൻ ഗ്യാദറിങ് ഫുഡ് അല്ലെ. ഈ സ്ട്രോങ് ആയിട്ടുള്ള ലെഗ്, അവർക്ക് നല്ല സ്ട്രോങ് ആയിട്ടുള്ള കാലല്ലേ, അതിൽ നല്ല ഷാർപ്പ് ആയിട്ടുള്ള ബെൻഡ് ആയിട്ടുള്ള ക്ലോസ് അല്ലെ, വിരലിന്റെ ഇതില്ലേ നഖം, അത് എന്താക്കുക അവരെ ഫുഡ് വേണ്ടി സഹായിക്കും. The structure of the teeth of herbivores is suited to chew plant parts. ഇനി എന്താണ് ഹെർബിവോറസിന്റെ ടീത്തിന്റെ സ്ട്രക്ചർ എങ്ങനെയാ വെച്ചാൽ ഈ പ്ലാൻ പാർട്സ് ഒക്കെ ഇങ്ങനെ ചവയ്ക്കാനുള്ള അല്ലെ. പശുക്കളൊക്കെ പല്ലും ശ്രദ്ധിക്കുക കേട്ടോ. അങ്ങനെയാണ്. മെനി ഫോംസ് വൺ ലൈഫ്. എന്താണ് മെനി ഫോംസ് വൺ ലൈഫ് അല്ലെ, ഒരു ലൈഫ് ഒരുപാട് ഫോംസ്. മിത്ര വാസ് പ്ലേയിങ് ഇൻ ദ കോർട്ട്യാർഡ്. എന്താണ് മിത്ര എന്താണ് കോർട്ട്യാർഡിൽ കളിക്കുകയാണ്. ദർ വർ സം ലൈറ്റ് യെല്ലോ പേളി ഒബ്ജക്റ്റ് ഇൻ എ പ്ലാന്റ്. എന്താണ് എന്താണ്
കോട്ടയായിട്ട് കളിക്കും, മുറ്റത്ത് കളിക്കുമ്പോൾ എന്താക്കി ഒരു പേർലി ആയിട്ടുള്ള ഒച്ചത് കണ്ടു പ്ലാന്റിൽ അല്ലേ, ഇതാ കണ്ടോ. മിത്ര കോൾഡ് ഹെർ മദർ, അമ്മേനെ വിളിച്ചു. മദർ ലുക്ക് അറ്റ് ദ ലീവ്സ്, അമ്മ ആ ലീവ്സ് നോക്കിയില്ലേ. ദീസ് ആർ ദ എഗ്സ് ഓഫ് ബട്ടർഫ്ലൈ ഡിയർ, ഇതെന്താണ് ബട്ടർഫ്ലൈന്റെ എഗ്ഗാന്ന് പറഞ്ഞില്ലേ, മുട്ടയാണ് ബട്ടർഫ്ലൈന്റെ അല്ലെ, പൂമ്പാറ്റന്റെ മുട്ടയാന്ന് പറഞ്ഞില്ലേ. ഷീ വെയിറ്റഡ് ഈഗർലി ടു സീ ബട്ടർഫ്ലൈ കമ്മിങ് ഔട്ട് ഓഫ് ദ എഗ്, അവളെന്താക്കി ആകാംക്ഷയോട് കൂടി കാത്തുന്നില്ലേ, ബട്ടർഫ്ലൈ എന്താക്കി എഗ്ഗിലേക്ക് വരുന്നതും കാത്തുന്നില്ലേ. വാട്ട് എ സർപ്രൈസ്, എന്തൊരു അത്ഭുതം. ഷീ സോ ഓൺലി വേംസ് അല്ലേ, അവളെന്താണ് ഓൺലി വേംസിനെ മാത്രമേ കണ്ടുള്ളൂ അല്ലേ. മോം ആർ ദേ റിയലി നോട്ട് ദ എഗ്സ് ഓഫ് ദ ബട്ടർഫ്ലൈസ്, എന്താണ് ഇത് ബട്ടർഫ്ലൈന്റെ എഗ് അല്ല എന്ന് പറഞ്ഞില്ലേ. അവളെന്താക്കുക ആ ബട്ടർഫ്ലൈന്റെ ആ എഗ്ഗിന്റെ ഉള്ളിൽ നിന്ന് ഈ ബട്ടർഫ്ലൈ വരുന്നു നോക്കി ഇങ്ങനെ കാത്തു നിൽക്കുകയാണല്ലേ. പക്ഷെ എന്താണ് വേംസാ വന്നത് അല്ലേ. അപ്പൊ അമ്മനോട് അവള് പറയുന്നത് എന്താണ്, ഇത് ബട്ടർഫ്ലൈന്റെ എഗ് അല്ല എന്ന് പറഞ്ഞില്ലേ. ദീസ് വേംസ് വിൽ ബിക്കം ബട്ടർഫ്ലൈസ് ഡിയർ, ഇറ്റ് ഈസ് കോൾഡ് ലാർവ അല്ലെ. അപ്പൊ ഈ വേംസ് ആണ് എന്താവുന്നത്, ബട്ടർഫ്ലൈ ആവുന്നത് എന്ന് പറഞ്ഞില്ലേ. ഇതിനെ പറയുന്ന പേരാണ് ലാർവ എന്ന് പറയില്ലേ. മിത്ര ബിക്കെയിം ക്യൂരിയസ്, മിത്രക്ക് ഭയങ്കര ക്യൂരിയസ് ആയി. ഷീ ടുക്ക് ഫോട്ടോസ് ഓഫ് ദ ചേഞ്ചസ് ഹാപ്പനിങ് ഓൺ ടു ദ വേംസ് ഇൻ ദ ഫോളോയിങ് ഡേയ്സ്, പിന്നെയുള്ള ദിവസങ്ങളിലൊക്കെ അതിന് വരുന്ന മാറ്റങ്ങളൊക്കെ അവൾ ശ്രദ്ധിക്കാൻ തുടങ്ങി അല്ലേ. ഒബ്സർവ് ദ പിക്ചർ, ഫൈൻഡ് ഔട്ട് ദ നെയിംസ് ഓഫ് ഈച്ച് സ്റ്റേജ് ആൻഡ് റൈറ്റ് ഇറ്റ്സ് ഫീച്ചർ ഇൻ യുവർ എൻവയോൺമെന്റൽ സയൻസ് ഡയറി. അപ്പൊ എന്താണ് ഇതിൽ ഓരോന്ന് വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാന്ന് നോക്കിയേ അല്ലേ. ഫസ്റ്റ് എന്താണ് എഗ് അല്ലേ, പിന്നെന്താണ് വേംസ് ആവുകയാണ് അല്ലേ, പിന്നെന്താണ് ലാവയാവുകയാണ് അല്ലേ, പിന്നെന്താ വരുന്ന പൂപ്പയാവും, പിന്നെ ബട്ടർഫ്ലൈ ആവും അല്ലേ. ഇഫ് യു ഒബ്സർവ് ദ ബോട്ടം ഓഫ് ദ കറീലിയസ് ആൻഡ് അതർ പ്ലാന്റ്സ് യു ക്യാൻ ഫൈൻഡ് ബട്ടർഫ്ലൈ എഗ് സ്റ്റിക്കിംഗ് ദർ അല്ലേ. നിങ്ങൾക്ക് എന്താക്കാൻ പറ്റും, ഈ കറി ലീവ്സിലും പിന്നെ അതുപോലെ വേറെ പ്ലാന്റ്സിലൊക്കെ നിങ്ങൾ കറിവേപ്പിലല്ല അതിലൊക്കെ എന്താണ് വേറെ പ്ലാന്റ്സിലൊക്കെ നിങ്ങൾ എന്താക്കുക, ഈ ലീവ്സിന്റെ അടിയിൽ നോക്കുക. അപ്പൊ എന്താക്കും, നിങ്ങൾക്ക് ഈ ബട്ടർഫ്ലൈന്റെ എഗ് അതിൽ പറ്റി പിടിച്ചിരിക്കുന്നത് കാണാം. കളർ ദ ബട്ടർഫ്ലൈ, ഈ ബട്ടർഫ്ലൈ കളർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒബ്സർവ് ദീസ് ബട്ടർഫ്ലൈസ്, ഈ ബട്ടർഫ്ലൈസിനെ ഒബ്സർവ് ചെയ്തേ. ആർ ഇൻ ദ ഡിസൈൻ ഓഫ് ദ വിങ്സ് ദ സെയിം, നിങ്ങൾ ഈ രണ്ടിന്റെയും ബട്ടർഫ്ലൈന്റെയും ഡിസൈൻ സെയിം ആണോ. ഹൗ അബൌട്ട് ദ ബട്ടർഫ്ലൈ ദാറ്റ് യു കളേർഡ്, പിന്നെ ബട്ടർഫ്ലൈ എങ്ങനെയാണ് കളർ ചെയ്തിരിക്കുന്നത് നിങ്ങൾ. ഹൗ അബൌട്ട് ദ ബട്ടർഫ്ലൈ ദാറ്റ് യു കളേർഡ്, അതായത് രണ്ട് ചിറകിലെയും കളർ കൊടുത്ത് ഡിസൈനൊക്കെ സെയിം അല്ലേ. ഈ ചിറകത്തെ അതേ ഡിസൈൻ അല്ലേ ഈ ചിറകിൽ, ഈ ബട്ടർഫ്ലൈന്റെ ഈ ചിറകത്തെ ഡിസൈൻ തന്നെ അല്ലേ ഈ ചിറകിലും അല്ലേ. അപ്പൊ അങ്ങനെ തന്നെയാണ് നിങ്ങൾ കളർ കൊടുത്തിരിക്കുന്നത്, അങ്ങനെയാണ് അല്ലേ. ഡു ദ വിങ്സ് ഓഫ് ഓൾ ബട്ടർഫ്ലൈസ് ലുക്ക് ലൈക്ക് ദിസ്, എല്ലാ ബട്ടർഫ്ലൈസിന്റെയും വിങ്സ് ചിറക് ഇതുപോലെയാണോ, എല്ലാ പൂമ്പാറ്റകളുടെയും ഇരു ചിറകുകളും ഒരുപോലെയാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒബ്സർവ് ദ ബട്ടർഫ്ലൈസ് ഇൻ യുവർ സറൗണ്ടിങ്സ്, നിങ്ങളുടെ സറൗണ്ടിങ്സിലുള്ള ചുറ്റുപാടിലുള്ള ബട്ടർഫ്ലൈസിനെ ഒബ്സർവ് ചെയ്യുക. പ്രസന്റ് യുവർ ഫൈൻഡിങ്സ് ടു ദ ക്ലാസ്, നിങ്ങളുടെ ക്ലാസ്സിൽ അത് പ്രസന്റ് ചെയ്യുക. ഈച്ച് ക്ലാസ് ഓഫ് ബട്ടർഫ്ലൈ ഈസ് ഗിവൺ നെയിംസ് ടു ഐഡന്റിഫൈ ദം, എന്താണ് ഈച്ച് ക്ലാസ് ഓഫ് ബട്ടർഫ്ലൈ ഈസ് ഗിവൺ നെയിംസ് ടു ഐഡന്റിഫൈ ദം. പൂമ്പാറ്റകളെ തിരിച്ചറിയുന്നതിനായി ഓരോ ഇനത്തിനും ഓരോ പേര് നൽകിയിട്ടുണ്ട് തന്നെ. എല്ലാ പൂമ്പാറ്റകളും ഒരുപോലെയാണ്. നോക്ക്, ഇത് ബ്ലാക്ക്, ഇത് ഓറഞ്ച് അല്ലേ, ഇത് രണ്ടും ഒരുപോലെയാണോ, അല്ല അല്ലേ, പല എന്താ വ്യത്യാസമുണ്ട് അല്ലേ. അപ്പൊ ഓരോ ഇനത്തിനും എന്താണ് പേര് നൽകിയിട്ടുണ്ട് അല്ലേ. ഓ ഡു ബട്ടർഫ്ലൈസ് ഹാവ് നെയിംസ്, എന്താ ബട്ടർഫ്ലൈസിനും പേരൊന്നും അല്ലേ. ഇതെന്താണ് കോമൺ ജസീബൽ ആണ് ഇതിന്റെ പേര് കേട്ടോ. ഇത് കോമൺ ഗ്രാസിയല്ലോ എന്നാണ് ഇതിന്റെ പേര്. ദ ലാർജസ്റ്റ് ബട്ടർഫ്ലൈ ഇൻ കേരളം ഇൻ സൗത്തേൺ ബേർഡ് ഗരുഡ ശലഭം ആൻഡ് ദ സ്മോളസ്റ്റ് ഈസ് ഗ്രാസ് ജവൽ, എന്താണ് രത്ന നീലി. ദ ഒഫീഷ്യൽ ബട്ടർഫ്ലൈ ഓഫ് കേരളം ഇസ് മലബാർ ബാൻഡഡ് പീകോക്ക് ബുദ്ധ മയൂരി, എന്താണ് ലാർജസ്റ്റ് ബട്ടർഫ്ലൈ ഗരുഡ ശലഭമാണ് അല്ലേ, സൗത്തേൺ ബേർഡ്. പിന്നെ സ്മോളസ്റ്റ് ആയിട്ടുള്ള ബട്ടർഫ്ലൈ എന്താ ഗ്രാസ് ജുവൽ രത്നനീലി. പിന്നെ എന്താണ് ഒഫീഷ്യൽ ആയിട്ടുള്ള കേരളത്തിന് ഒഫീഷ്യൽ ആയിട്ടുള്ള ബട്ടർഫ്ലൈ ഉണ്ട് അല്ലേ, അതെന്താണ് മലബാർ ബാൻഡഡ് പീകോക്ക് അല്ലെ, ബുദ്ധ മയൂരി എന്ന് പറയും. ഇതാണ് അല്ലേ ഗരുഡ ശലഭം, ഇതാണ് ബുദ്ധ മയൂരി, ഇതാണ് എന്ത് ഗ്രാസ് ജുവൽ. ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല, ഈ ഗ്രാസ് ജുവൽ ഒക്കെ നമ്മൾ ചുറ്റുവട്ടത്തിലൊക്കെ കാണുന്നതാണ്. ദ പിക്ചേഴ്സ് ഓഫ് സം ബട്ടർഫ്ലൈസ് ഫൗണ്ട് ഇൻ അവർ സറൗണ്ടിങ്സ് ആർ ഗിവൺ ബിലോ, നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ബട്ടർഫ്ലൈസിന്റെ കുറച്ച് ചിത്രങ്ങളാണ് താഴെ തന്നിരിക്കുന്നത്. ഇത് നോക്കിയേ, ഇതെന്താണ് ടോണി കോസ്റ്റർ, കോമൺ, പിയറോട്ട്, ബ്ലൂ ടൈഗർ, പിന്നെന്താണ് ക്രിംസോൺ റോസ്, ലെമൺ പാൻസി, കോമൺ മോർമോൺ. ഒബ്സർവ് ദ ബട്ടർഫ്ലൈസ് ഇൻ യുവർ സറൗണ്ടിങ്സ്, ഫൈൻഡ് ദെയർ നെയിംസ് ആൻഡ് റൈറ്റ് ഡൗൺ, എന്താണ് ബട്ടർഫ്ലൈസ് നിങ്ങൾ ചുറ്റുവട്ടത്തുള്ള എന്താണ് ബട്ടർഫ്ലൈസിനെ ഒബ്സർവ് ചെയ്യുക, എന്നിട്ട് അതിന്റെ പേരൊക്കെ കണ്ടുപിടിക്കുക കേട്ടോ, എന്നിട്ട് എഴുതുക. ബട്ടർഫ്ലൈസ് ഡിപ്പെൻഡ് ഓൺ പ്ലാന്റ്സ് ഇൻ 2 days ഫോർ ലേയിങ് എഗ്സ് ആൻഡ് ഫോർ ഫുഡ്, എന്താണ് പൂമ്പാറ്റകൾ എന്താണ് പ്ലാന്റ്സിനെ 2 ദിവസത്തേക്ക് എന്താ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അല്ലെ. എന്തിനൊക്കെയാണ്, മുട്ടയിടാനും ഫുഡിന് വേണ്ടി അല്ലേ. ദ കോമൺ മോർമൺ ബട്ടർഫ്ലൈ നാരകക്കാളി യൂഷ്വലി ലേസ് എഗ്സ് ഓൺ ദ സിട്രസ് പ്ലാന്റ്, നാരകം. എന്താണ് കോമൺ മോർമൺ ബട്ടർഫ്ലൈ ആയ നാരകക്കാളി എന്താണ് സാധാരണയായിട്ട് മുട്ടയിടുന്നത് ഇവിടെയാണ് സിട്രസ് പ്ലാന്റ് അല്ലെ, നാരകത്തിലാണ് മുട്ടയിടുക അല്ലെ. ആൻഡ് ദ ഓറഞ്ച് ബെറി പ്ലാന്റ് പാനൽ, ഓറഞ്ച് ബെറി പ്ലാന്റ്
ഓറഞ്ച് ബെറി പ്ലാന്റ് പാണൽ എന്നുള്ള ആ ഇതിലും നാരകത്തിലുമാണ് എന്ത് സാധാരണയായിട്ട് ഈ നാരകക്കാളി മുട്ടയിടൽ കേട്ടോ. ഈ 2 പ്ലാന്റിലും ഇടും. ഓറഞ്ച് ബെറി പ്ലാന്റിൽ പാണൽ എന്ന് പറയും, സിട്രസ് പ്ലാന്റ് നാരകത്തിലുമാണ് എന്താക്കുന്നത് ഈ നാരകക്കാളി എന്ന് പറഞ്ഞ ആ ബട്ടർഫ്ലൈ മുട്ടയിടുന്നത് അല്ലെ. ദർ ലാർവ ഈറ്റ് ദ ലീവ്സ് ഓഫ് ദീസ് പ്ലാന്റ്സ്. ഈ ബട്ടർഫ്ലൈന്റെ ലാർവ എന്താക്കും ഈ പ്ലാന്റ്സിന്റെ ഇലകളാണ് തിന്നുന്നത്. വെൻ ദേ ബിക്കം ബട്ടർഫ്ലൈസ്, അത് ബട്ടർഫ്ലൈ ആവുമ്പോൾ ദേ ഫൈൻഡ് നെക്ടർ ഫ്രം ദ ഫ്ലവേഴ്സ് ആൻഡ് ഫ്ലവേഴ്സ് ഓഫ് ഹിബിസ്കസ്, വൈറ്റ് ഓർക്കിഡ് ട്രീ ആൻഡ് മോർണിംഗ് ബ്രീസ് പ്ലാന്റ്. എന്താണ് ഒരു ബട്ടർഫ്ലൈ ആകുന്നതിന് ശേഷം ആയതിനു ശേഷം എന്താവും ബട്ടർഫ്ലൈ ആകുമ്പോൾ എന്താണ് അവര് ഈ ഫ്ലവേഴ്സ് അതായത് ഹിബിസ്കസിന്റെയും വൈറ്റ് ഓർക്കിഡ് ട്രീന്റെയും മോർണിംഗ് ബ്രീസ് പ്ലാന്റ്സിന്റെയും ഒക്കെ നെക്ടറാണ് ഐറ്റിങ്ങൾക്ക് ഭക്ഷണമാക്കുന്നത് അല്ലെ. ബട്ടർഫ്ലൈ തേൻ കുടിക്കുന്നത് ഈ ഇതെന്നൊക്കെ ആയിരിക്കും അല്ലെ, ഇതെന്നാണ് കഴിക്കുന്നത് കേട്ടോ. ദെൻ ഗ്രോ പ്ലാന്റ്സ് ലൈക്ക് പഗോഡ ഫ്ലവർ, കൃഷ്ണ കിരീടം, റാറ്റിൽ വീഡ്, കിലുക്കി, കറി ലീഫ് പ്ലാന്റ്, സിട്രസ്, ഒലിയാൻഡർ അരളി അല്ലേ, ദാറ്റ് അട്രാക്ട് ബട്ടർഫ്ലൈസ് ഇൻ യുവർ സ്കൂൾസ് ബയോഡൈവേഴ്സിറ്റി ഗാർഡൻ. ഒബ്സർവ് വാട്ട് ടൈപ്പ് ഓഫ് ബട്ടർഫ്ലൈസ് കം ടു ദ ഗാർഡൻ. നിങ്ങൾ എന്താക്കുക ഈ പറഞ്ഞിരിക്കുന്ന ചെടികളൊക്കെ എന്താക്കുക നിങ്ങൾ സ്കൂളിൽ ഈ ബയോഡൈവേഴ്സിറ്റി ഗാർഡനിൽ നടുക. അപ്പോൾ എന്താക്കുക എന്തൊക്കെ ബട്ടർഫ്ലൈസ് ആണ് ആ ഗാർഡനിലേക്ക് വരുന്നത് നോക്കുക, നിരീക്ഷിക്കുക. ഓക്കെ. ഹൗ മെനി വെറൈറ്റീസ് ഓഫ് ക്രീച്ചേഴ്സ് ആർ അറൗണ്ട് us? എത്ര ക്രീച്ചേഴ്സ് ഉണ്ട് നമ്മളെ ചുറ്റും അല്ലേ. വേർ ഡു ദേ ലീവ്? അവരെവിടെയാണ് ജീവിക്കുന്നത്? ഫോറസ്റ്റ്, പോണ്ട്, റിവർ, ലേക്ക്, പ്ലാന്റ് അല്ലേ, അവിടെയൊക്കെ താമസിക്കും അല്ലേ. വാട്ട് വിൽ ഹാപ്പൻ ഇഫ് ദേ ബിക്കം എക്സ്റ്റിൻറ്റ്? ഇവ ഇല്ലാതായാൽ എന്താ സംഭവിക്കുക? ദ എർത്ത് ബിലോങ്സ് ടു എവറി വൺ. ഡസിൻറ്റ്? ഈ എർത്ത് എന്ന് പറയുന്നത് എല്ലാവർക്കും ഉള്ളതാണ് അല്ലേ. വാട്ട് ക്യാൻ വി ഡു ടു പ്രൊട്ടക്ട് ദ സറൗണ്ടിങ്സ് വേർ ദീസ് ക്രീച്ചേഴ്സ് ലിവ്? എന്താണ് വാട്ട് ക്യാൻ വി ഡു? നമ്മൾ എന്ത് ചെയ്യും ഈ സറൗണ്ടിങ്സിന് പ്രൊട്ടക്ട് ചെയ്യാൻ? ഈ ക്രീച്ചേഴ്സ് ഒക്കെ എന്താക്കണം ജീവിക്കണം അല്ലേ. അതൊക്കെ ജീവിക്കാൻ വേണ്ടി നമ്മൾ സറൗണ്ടിങ്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം? ഡു നോട്ട് ത്രോ വേസ്റ്റ്, നമ്മൾ വേസ്റ്റ് വലിച്ചെറിയരുത്. ഡു നോട്ട് കട്ട് ട്രീസ്, മരങ്ങൾ എന്താണ് കട്ട് ചെയ്യരുത്. പിന്നെന്താണ് ഗ്രോ പ്ലാന്റ്സ് അല്ലെ, ചെടികൾ വളർത്തുക. എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾ എഴുതുക കേട്ടോ. ഓക്കെ. അപ്പോൾ ഇത്രയാണ് എന്ത് നമ്മളെ ഈ സെക്കൻഡ് ചാപ്റ്റർ അല്ലേ. വേൾഡ് ഓഫ് ആനിമൽസ് എന്ന ചാപ്റ്റർ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നന്നായി പഠിക്കുക, നന്നായി മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ. എല്ലാ ക്വസ്റ്റ്യൻ്റെ ആൻസർ ശരിയായിട്ട് പഠിക്കുക, മനസ്സിലാക്കുക. അതിന് ശേഷം കാണാപ്പാഠം പഠിച്ചിട്ട് കാര്യമില്ല കേട്ടോ, നന്നായി മനസ്സിലാക്കി പഠിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇംഗ്ലീഷും ഇതൊക്കെ കറക്റ്റായിട്ട് നമുക്ക് എഴുതാൻ കഴിയും കേട്ടോ. ഓക്കെ. അപ്പോൾ അടുത്ത ചാപ്റ്റർ ടീച്ചർ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ. താങ്ക് യു.